ഇപ്പൊ ഈ സൂപ്പർ ജിംനി എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിലും ഡ്രഗ്സിനെ പറ്റിയിട്ട് സംസാരിക്കണം. അപ്പൊ സന്തോഷ് ചേട്ടൻ എന്താ തോന്നുന്നത് ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന ഡ്രഗ് ഉപയോഗവും അതിന്റെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? വളരെ കൂടി വരികയാണ്, വളരെയധികം കൂടി വരികയാണ്. അത് ഇപ്പോൾ ആ ഒരു ഫിലിം ഉണ്ടാവുന്ന റെലവൻ്റ് ആണ്. ഇപ്പോൾ എറണാകുളത്തുള്ള ഒരുപാട് പിള്ളേർ MDMA മറ്റും ഉപയോഗിച്ച് നടക്കുകയാണ്. അവർ കണ്ടെത്തണം. നമുക്ക് പേടി എന്താണെന്നറിയാമോ? ലഹരി മാഫിയക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓടിച്ചിട്ട് തല്ലുമോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള പേടി. അതുകൊണ്ട് ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ സിനിമയും സീരിയലും കണ്ടിട്ടാണ് പലരും പല ക്രൈമും ചെയ്യുന്നത്, പലതും ലൈഫിലോട്ട് അങ്ങനെയാണെങ്കിൽ നമ്മളെ പല നടന്മാരെ എത്ര പ്രാവശ്യം കുത്തിക്കൊന്നിരിക്കുന്നു. അവർ വീണ്ടും പല സിനിമകളിൽ അഭിനയിക്കുന്നില്ലേ? അവര് കുടിച്ച ചാരായ കണക്ക് വെച്ചാണെങ്കിൽ അവർക്ക് ലിവറെല്ലാം എന്നേ അടിച്ചു പോവേണ്ടതായിരുന്നു. അവർ വീണ്ടും അഭിനയിക്കുന്നില്ലേ? അപ്പൊ കട്ടൻ ചായയാണ് അവർ കുടിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൂടെ? കാപ്പിയാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൂടെ? ചില മലയാളികൾക്ക് ഇല്ല. പറഞ്ഞു ഞാൻ പല സിനിമയിൽ ആത്മഹത്യയുണ്ട്, ശരിക്കും ആത്മഹത്യയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ദൃശ്യം ഇറങ്ങിയപ്പോ പറഞ്ഞു ആദ്യത്തെ ക്രൈം കണ്ടിട്ട് അതേപോലെ കുറെ പേര് കുറ്റം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു സിനിമ, ഏത് സിനിമ ആയിക്കോട്ടെ, ആ ഒരു സിനിമയിൽ നല്ല പാർട്ടുകളും ഉണ്ടാകും, മോശപ്പെട്ട പാർട്ടുകളും ഉണ്ടാകും. മനസ്സിലായി? പക്ഷെ നല്ല പാർട്ട് എടുക്കുന്നത് വളരെ കുറച്ചു പേര് മാത്രമായിരിക്കും. ഏറ്റവും കൂടുതൽ പേർക്കും ഇഷ്ടം നെഗറ്റീവ് പാർട്ട് എടുക്കാൻ വേണ്ടി. ഇപ്പൊ ആൾക്കാർക്കാണെങ്കിലും കൂടുതലും വയലൻസ് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഫീൽ ഗുഡ്. അല്ല ഇപ്പൊ നമ്മുടെ സലീം ചേട്ടൻ അടുത്ത് പറഞ്ഞു നല്ലൊരു കോമഡി മൂവി ഇറങ്ങുന്നില്ല, ആസ്വാദനം ഇല്ല, പലതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിട്ട് പോകുന്ന വിജയ് പടം അല്ലെങ്കിൽ അല്ലു അർജുൻ പടം ആ നിലവാരം താഴ്ച വന്നിട്ടില്ലേ? അത് ഞാൻ മനസ്സിലാക്കിയ എങ്ങനെയാണെന്ന് നോക്കിയാൽ പറയാം. നമ്മൾ നേരത്തെ പഠിച്ചു വന്നതെന്ന് പറയുമ്പോൾ, വളർന്നു വന്നതെന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയും കുടിച്ച്, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളും കുടിച്ച്, കപ്പ പുഴുക്കും ഉണ്ടാക്കി, ചാളയും മത്തിയും അയിലയും കിട്ടണമെന്നുണ്ടെങ്കിൽ അതും കഴിച്ചാൽ വന്ന്. ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ എന്താണ് കഴിക്കുന്നത്? ഹോർമോൺ കുത്തിവെച്ചിട്ടുള്ള മന്തിയും കുന്തിയും. അയ്യോ, ഈ കുന്തി വാക്കിനി പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ, ഞാൻ കുന്തി പറഞ്ഞില്ല. നമ്മൾ മന്തി, ചിക്കനും മട്ടനും അതും ഇതും, പിന്നെ ബർഗറും, പിന്നെ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് സംഗതി കുത്തി ഇറക്കി അങ്ങ് ചെന്ന് കൊഴുപ്പ് കൂടിയിരിക്കുന്ന കുറച്ച് പേർക്ക് ഈ കൊഴുപ്പ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് തീർക്കണ്ടേ? ഈ പെരുമ്പാമ്പിന് കൊഴുപ്പ് കൂടുമ്പം പെരുമ്പാമ്പ് മരത്തിൻ്റെ വേരിൻ്റെ ആ ഇടയിൽ കൂടെ ഇങ്ങനെ കയറുമെന്ന് പറയും. പന്നിയൊക്കെ തിന്നു കഴിഞ്ഞാൽ, വലിയ ജീവിയെ തിന്നു കഴിഞ്ഞാൽ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി കയറുന്നു. അതുപോലെ ചെന്ന് കയറി കൊടുക്കും. പക്ഷേ ഒരു കോമൺ സെൻസ് കൊണ്ട് ഓരോ കുട്ടികളും ആലോചിക്കേണ്ടത്, വൃത്തികേട് പറയാൻ, തെണ്ടിത്തരം പറയാൻ, തെറി പറയാൻ ഏതൊരു വ്യക്തിക്കും പറ്റും. എനിക്കും പറ്റും, വർക്കിക്ക് പറ്റും, സനയ്ക്കും പറ്റും, ആർക്കും പറ്റും. പക്ഷേ ആ പറയേണ്ട സാഹചര്യത്തിലും അതിനെ നിയന്ത്രിച്ച് വെച്ചിട്ട് നല്ലത് പറയാൻ ശ്രമിക്കുന്നവന് മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. ആദ്യം പറഞ്ഞ വേണ്ടാത്തത് പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയം കൊണ്ട് ഇന്ന് പോലീസിലെത്തും. അന്ന് മുമ്പ് നമ്മളെടുത്താൽ, മുമ്പത്തെ സ്കൂളിൽ അധ്യാപകരുടെ മുമ്പ് നമ്മൾ കരഞ്ഞിട്ടുണ്ട്, പാരൻസിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്, പാരൻസിൻ്റെ അടി വാങ്ങിച്ചിട്ടുണ്ട്, അധ്യാപകരുടെ ഗുണപാഠമായിട്ടുള്ള അടി കിട്ടിയിട്ടുണ്ട്. അതായി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് കുട്ടിയുടെ വിജയത്തിനും രക്ഷയ്ക്കും വേണ്ടി അധ്യാപകർ ശിക്ഷിക്കുന്നത് തെറ്റല്ല. പക്ഷേ ഇന്ന് കുട്ടി പാരൻസിൻ്റെ മുമ്പ് കരയാറില്ല, നിർബന്ധ ബുദ്ധിക്കേ കരയാറുള്ളൂ കേട്ടോ. ഇല്ലാത്ത മൊബൈൽ പൈസ ഇല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ നിർബന്ധം. എല്ലാ കുട്ടികളും അല്ല, കുറച്ച് കുട്ടികൾ. പിന്നെ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ അവർ കരയാറില്ല, ബോൾഡാണ്. അവരിപ്പോൾ കരയാറുള്ളത് പോലീസ് പിടിച്ചു കഴിയുമ്പോൾ പോലീസിൻ്റെ മുമ്പിലും പിന്നെ ജയിലിലും കിടന്നാണ് കരയുന്നത്. ആരായി കുട്ടികളെ ഇങ്ങനെ ആക്കിയത്? കുട്ടിയാണോ ഇങ്ങനെയായത്? ഒരിക്കലും കുട്ടി അങ്ങനെ ആവില്ല. കുട്ടിക്ക് കൊടുക്കേണ്ട മോറൽ എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ, കുറേ എത്തിക്സ്, പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം വീട്ടിൽ നിന്ന് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടു. ഈ അടുത്തൊരു വീഡിയോ വൈറലായിരുന്നു, ഞാൻ അതിലേക്കാണ് കൊണ്ടുവന്നത്. എന്താ സംഭവം? എന്തായിരുന്നു കണ്ട വീഡിയോ? അതില് ഒരു ഫോൺ പ്രിൻസിപ്പൽ എടുത്തു വെച്ചെന്ന് ആ കുട്ടി വയലന്റ് കൊല്ലും, അങ്ങനെയൊക്കെ ഒരു പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്ന ഒരു അവസ്ഥ അല്ലേ? ഈ കുട്ടി ജന്മനാൽ മോശമായിട്ട് വന്നതാണോ? അല്ല, അപ്പം ജനിച്ച് കഴിഞ്ഞു വളർന്നു വന്നപ്പം കുട്ടിയുടെ ചുറ്റും കാണുന്ന കാഴ്ചകൾ അല്ലേ, കുട്ടിയുടെ കൂട്ടുകാരന്മാരുടെ പ്രവൃത്തികൾ, ബാക്കി ഇനി വീട്ടിൽ അടിയാണോ അല്ലയോ? ഇപ്പം നമ്മൾ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളോട് കുട്ടിയെ അങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങും. ഞാൻ കുട്ടിയെ കുറ്റം പറയില്ല ഒരിക്കലും. ഞാൻ
കുട്ടികളെ കുറ്റം പറയില്ല. ഞാൻ നേരെ പോകുന്നത് ആ കുട്ടി ഇങ്ങനെ ആവാനുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞ് ബാക്കിലേക്ക് പോകണം. ബാക്കിലേക്ക് പോകുമ്പോൾ കാണാം ചിലപ്പോൾ വീട്ടിൽ അപ്പനും അമ്മയും അടിനാശമായിരിക്കും, കുടിച്ചു വന്ന് ബഹളം ഉണ്ടാക്കുക, മക്കളെ എടുത്തിട്ട് തല്ലുക, ഇല്ലേ? ദെൻ സഹോദരങ്ങൾ ഐക്യമില്ലായ്മ, കൂട്ടുകാരന്മാരിൽ പലരും ലഹരി, ദെൻ അവൻ അങ്ങനെ ചെയ്യെങ്കിൽ പിന്നെ ഞാൻ കൂടെ അങ്ങനെ ചെയ്യാം, കമ്പനി, കൂട്ടുകെട്ട്. ഇനി ഇതിനേക്കാൾ എല്ലാം അപ്പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് തേച്ചിട്ട് പോയ പെണ്ണിനോടുള്ള വൈരാഗ്യം. 5ാം ക്ലാസ്സിലെ പ്രേമം തുടങ്ങുകയാണേ. 5ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ അവൾ ഹൈസ്കൂളിലേക്ക് പോയി കഴിയുന്നതോടുകൂടി അവൾ ചിലപ്പോൾ വേറെ തുടങ്ങും. അതോടുകൂടി ഇവൻ ഫ്രസ്ട്രേറ്റഡ് ആയി. ഇവൻ്റെ പ്രണയം എന്ന് പറയുന്നത് തീവ്രമായിരിക്കും. മനസ്സിലായോ? ഇവിടെ വേറെ ഒന്നും കുറച്ചും പറയല്ല. ആണിനെ സംബന്ധിച്ച് ആണ് പ്രണയിക്കുമ്പോൾ പലപ്പോഴും തീവ്രമായി മരിച്ച് പ്രണയിക്കും കുറേ പേര്. പെൺകുട്ടികളിലും കുറേ പേര് തീവ്രമായി മരിച്ച് പ്രണയിക്കും. പക്ഷെ പെൺകുട്ടിക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പലപ്പോഴും കഴിയും. കാരണം അവർക്ക് ഡബിൾ എക്സ് ക്രോമസോം ഉള്ളതുകൊണ്ട് അതിൽ ടോളറൻസുകൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക്, സ്ത്രീക്ക്, അമ്മയ്ക്ക് പ്രസവിക്കാൻ പറ്റുന്നത്. ഒരു പുരുഷന് അത് അത്രയും ടോളറൻസ് വരില്ല. ചുമ്മാ പുരുഷൻ ബഹളം വയ്ക്കുന്നു, അടി കൂടുന്നു, വയലിലാവുന്നു പറഞ്ഞാൽ പോരാ. ലോല മനസ്സ് നോക്കാം. നമുക്കിപ്പോൾ സന്യാസികളിലേക്ക് നോക്കിയാൽ സ്ത്രീ സന്യാസിനിമാരെടുത്ത് പോയി നിങ്ങൾ ധ്യാനവും മെഡിറ്റേഷനും നടത്തിക്കൊള്ളൂ എന്ന് വലുതായിട്ട് പറയാറില്ല. കാരണം അവരല്ലെങ്കിലും അവർക്ക് ഈസി ആയിട്ട് പറ്റും. എന്നാൽ പുരുഷന് തൻ്റെ ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചടക്കി വയ്ക്കാൻ അത്ര പെട്ടെന്ന് പറ്റൂല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പെട്ടെന്ന് പറ്റൂല. കാരണം ഇപ്പം അവനെ തന്നെ പുരുഷനെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഓർഗൻസ് പോലും ബോഡിയുടെ പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്. പുരുഷനെടുക്ക് അല്ലെങ്കിൽ പെട്ടിക്കുട്ടിയെടുക്ക്, ആണിൻ്റെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റക്കിൾ എന്നാണ് പറയുന്നത്, അല്ലേ? ടെസ്റ്റക്കിൾ ബോഡിയുടെ വയറ്റിനകത്താണോ വെച്ചേക്കുന്നത്? ബോഡിയുടെ പുറത്താണ്. എന്നാൽ പെൺകുട്ടിയെ സംബന്ധിച്ച് ഓവറി എന്ന് പറയുന്ന ബോഡിക്ക് അകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ബോഡിക്കകത്ത് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള പ്രത്യേക കഴിവുണ്ട്. ഇത് ഈ പോത്തന്മാരായ കുറേ പയ്യന്മാർക്ക് അറിഞ്ഞൂടെ? മനസ്സിലായി? ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ സന്തോഷത്തിൽ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ കുട്ടി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും. അപ്പോൾ അവന് ഒരു 5 മിനിറ്റ് ധ്യാനത്തിനും മെഡിറ്റേഷനും അവൻ്റെ ഇന്ദ്രിയങ്ങളെ വിദ്യാർത്ഥിയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ. അല്ലാതെ ഇതെല്ലാം കൈവിട്ടുപോയി ലഹരിയുടെ അടിമയായി, കൂട്ടുകെട്ട് അങ്ങനെയായി, മറ്റത് ഉപയോഗിക്കുന്ന ശംഭു അതൊക്കെ മാറി വേറെ പലതരം സ്റ്റിക്കർ ഉൾപ്പെടെ പലതുമായിട്ട് അവൻ്റെ ഈ അവസ്ഥ മാറിയിരിക്കുമ്പം മൊബൈലെന്ന് പറയുന്നത് അവൻ്റെ ആത്മാവാണ്, അല്ലേ? അതെ. ഞാനൊന്ന് ചോദിക്കട്ടെ, സനയുടെ മൊബൈൽ പോയിട്ട് ഇങ്ങോട്ട് ഇവിടെ വെച്ച് ഇറങ്ങിപ്പോയി, അവിടെ വണ്ടി കയറി 10 കിലോമീറ്റർ അപ്പുറത്ത് കഴിഞ്ഞു, മൊബൈൽ എടുക്കാൻ വിട്ടുപോയി, സന എന്താ ചെയ്യുക? എന്നാൽ പിന്നെ വീട്ടിൽ പോയേക്കാം എന്ന് പറയോ? സനയുടെ അടി വയറ്റിൽ നിന്ന് ഗ്യാസ് കത്തിച്ച തീ പോലെയുള്ള തീയായി. അത് ലോക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു. ബാക്കിയുള്ളതാ ഈ ഇരിക്കുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ അതിന് വാരി വലിച്ചിട്ട് അന്വേഷിച്ച് നോക്കൂ, എന്താവും? ആകെ വെളിയിലാവും. അയ്യോ, സംഭവം ടെൻഷനായി, അല്ലേ? ഒരു മനുഷ്യന്റെ ലൈഫ് ഇപ്പൊ മൊബൈലിന് തീവ്ര അടിമയായി മാറുന്ന അവസ്ഥ. സാനയ്ക്ക് പിന്നെ ഇരിപ്പുണ്ടാവില്ല. അപ്പോൾ ഈ വേറെ കൂട്ടുകാരന്മാർ കുഴപ്പമില്ലടി അവിടെ ഇരിക്കൂടി, നാളെ വന്ന് ഇല്ല നീ വന്ന് തുറക്കുക, എനിക്ക് അവിടെ വന്ന് എടുത്തേ പറ്റത്തുള്ളൂ, എനിക്ക് കിട്ടിയേ പറ്റൂ. എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ട്. മറ്റേ പുള്ളി വിളിക്കുന്നത് ചിലപ്പോൾ രാത്രിയായിരിക്കും, മൊബൈലില്ല, ആകെ പ്രശ്നമായില്ലേ? നിനക്കങ്ങനെ ഇല്ല, ഞാൻ പറഞ്ഞതാണ്. അതാ. അപ്പം ഞാൻ എൻ്റെ സൈക്കോളജിക്കൽ സൈഡ് പറയാം ആകെ. അപ്പോൾ എന്നാൽ അവൻ്റെ സനയുടെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ വർക്കിയുടെ അച്ഛൻ ആശുപത്രിയിലായി, വലിയ ടെൻഷനൊന്നുമില്ല, നമ്മൾ പതുക്കെ എത്തും, കൂട്ടുകാരന്മാർ നോക്കുന്നുണ്ട്, പക്ഷെ മൊബൈൽ കാണാനില്ല, ടെൻഷൻ. അപ്പോൾ ഒരു പയ്യൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഈ പറയുന്ന മൊബൈൽ പിടിച്ചു വയ്ക്കുമ്പോൾ ഇവൻ്റെ മനസ്സിലൂടെ അല്ലെങ്കിൽ അവളുടെ മനസ്സിലൂടെ പോകുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ആ ചിന്തകളുടെ പുറകെ നമ്മളൊന്ന് പോകണം, അല്ലേ? കുട്ടിയെ നമ്മൾ അറിയാൻ ശ്രമിക്കണം, അതാണ്. അല്ലാതെ കുട്ടി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കതിരമ്മയെ കൊണ്ടുവച്ച് വളമയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് പാഠമാണ്. നമ്മുടെ കുട്ടികൾ LKG UKG LPS UPSC പഠിക്കുമ്പോൾ തന്നെ അവർക്കെല്ലാ മൂല്യബോധങ്ങൾ ഒക്കെ കൊടുത്ത് വളർത്തുന്നത്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എടുക്കാം. നമ്മൾ സോഷ്യൽ മീഡിയ ആളാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് തുറക്കണ്ട, ഒരു 5-6 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ബോധമൊക്കെ പോവും, ഇല്ലേ? ശരിയല്ലേ? പിന്നെ ചിലർ വന്നു നിന്നുള്ള കുലുക്കാൻ പറ്റി കളികളും, പിന്നെ തുള്ളിച്ചാട്ടം കളികളും, പിന്നെ ഡയലോഗുകളും, ഇതെല്ലാം കൂടെ ഒരു 5ാം ക്ലാസ്സുകാരൻ, 10ാം ക്ലാസ്സുകാരൻ, +2കാരൻ, ഒരു ഡിഗ്രി കുട്ടി എന്ന് പറഞ്ഞാൽ ഇന്നലെ +2 കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ 26 വർഷം കോളേജിൽ പഠിപ്പിച്ചാണ്. എൻ്റെ പിള്ളേർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ ഞാൻ നിയന്ത്രിക്കാനാണ് ആദ്യം പഠിക്കുന്നത്, സ്വയം നിയന്ത്രിപ്പിക്കാൻ അവരെ പഠിപ്പിക്കലാണ് ചെയ്യുന്നത്. അല്ല ഞാൻ വടിയും കൊണ്ട് കിടന്നിട്ടില്ല. ഇങ്ങനെ പ്രലോഭനങ്ങൾ വരും. IAS എടുക്കണം അല്ലെങ്കിൽ ഉന്ന പൊസിഷനിലേക്ക് നിനക്ക് എത്തണമെങ്കിൽ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് പോകണം. വർക്കിക്ക് ഡോക്ടറേറ്റ് എടുക്കണം, ശരി, ഡോക്ടറേറ്റ് ഈ 6 മാസം കൊണ്ട് തീർക്കണം.
ആ വർക്കിയുടെ ഫ്രണ്ട്സ് വാടാ നമുക്ക് രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് പോവാം, നമുക്കൊരു വീറൊക്കെ അടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റിക്കറൊക്കെ അടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ മറ്റേ ഗേൾ ഫ്രണ്ട് വിളിക്കുകയാണ് വാ നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ പോവാം. ഇങ്ങനെ ഈ 6 മാസം എന്ന് പറയുന്ന 6 വർഷത്തേക്ക് നീണ്ടുപോയാൽ സാധനം ചീറ്റിപ്പോവും. അപ്പൊ ഈ സാധനം ഈ ഡോക്ടർ വർക്കി എന്ന് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പിന്നെ പറയുമ്പം വെറും ആറാട്ടൻ എന്ന് പറയില്ല, ഡോക്ടർ ആറാട്ടൻ എന്ന് പറയും. അപ്പൊ പിന്നെ ഈ വിളിച്ചവന്മാരെയൊന്നും അവിടെ കാണാൻ പറ്റൂല. പിന്നെ അപ്പൊ ആ ഡോക്ടറേറ്റ് 6 മാസം കൊണ്ട് എടുക്കണമെങ്കിൽ നമ്മുടെ ബാക്കി പല സുഖങ്ങളെയും നമ്മൾ ത്യജിക്കണം. അതിനു വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ആ ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ എൻ്റെ എത്രയോ സുഖങ്ങൾ ത്യജിച്ചിട്ടാണ് ഞാൻ ഈ 6-7 ഡിഗ്രികൾ എടുത്തതും ഇവിടം വരെ എത്തിയതും ഒന്നുമില്ലായ്മയെന്ന് കാലടി ശങ്കര കോളേജിൽ അധ്യാപകനായി മാറിയതും. ഇതിങ്ങനെ വന്നപ്പം എൻ്റെ കൂടെ പഠിച്ച കുറേ പേർക്കും അല്ലാതെ പുറത്തുള്ള കുറേ പേർക്കുമൊക്കെ അവർക്ക് അസൂയ. കാരണം അവർക്ക് എല്ലാ സംഗതികളും ഉണ്ട്. എല്ലാ സംഗതികളും ഉള്ള ബന്ധുക്കളും സ്വന്തക്കാരും പണവും എല്ലാം ഉള്ളവരെക്ക് ഇങ്ങനെ കയറി വരാൻ പറ്റുന്നില്ല. ഒന്നുമില്ലാത്ത ഇവൻഡാ ഇങ്ങനെ ഡെയിലി കയറിപ്പോകുന്നു. എൻ്റെ മഹത്വമല്ല, ദൈവത്തിൻ്റെ മഹത്വം. പിന്നെ നല്ല മനസ്സുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ട്. അതിന് നന്ദി മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ കുറേ പറയുള്ളൂ അങ്ങനെ അഭിനയിക്കുകയും അങ്ങനെ കള്ളത്തരം പറയണം സൂത്രമാണ്. കാരണം എങ്ങനെയും നമ്മുടെ പുറത്ത് കുറേ കരിയോയിൽ ഒഴിച്ചാൽ അവർക്കൊരു സന്തോഷമുണ്ട്. അപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അങ്ങോട്ട്. അപ്പം ഈ കുട്ടി ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം, ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഏറ്റവും വെനമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് എന്ന് പറയുന്ന സാധനം. കൺട്രോൾ പോവില്ലേ? ഇല്ലേ? സന തന്നെ ഇപ്പം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ 10 പ്രാവശ്യം നല്ല സുന്ദരികളായ പെൺകുട്ടികളും ആൺകുട്ടികളും വന്ന് അതിനകത്ത് പല രീതിയിലുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആ 10 വീഡിയോയും കണ്ട് അടച്ചു വെച്ചിട്ട് നീ ഇരുന്നോണ്ട് MBA പഠിക്കുന്നു അല്ലെങ്കിൽ MA ജേർണലിസത്തിന് പഠിക്കുന്നു അടച്ചു വെച്ചാൽ കുറേ നേരത്തേക്ക് അവിടുത്തെ ചാടിത്തുള്ളലും കുലുക്കി കളികളും മാത്രമായിരിക്കും ചിലപ്പം മനസ്സിലുണ്ടാവുക. ശരിയല്ലേ? ശരിയാ. ഇൻസ്റ്റാഗ്രാം 1 മിനിറ്റ് നോക്കിക്കട്ടെ, പിന്നെ അത് അരമണിക്കൂറാവും. അപ്പൊ അതിനാണ് നമ്മൾ എന്താ പറയാ അഡിക്ഷൻ എന്ന് പറയാം. അപ്പൊ അഡിക്ഷൻ ഈ പറയുന്ന ചാരായോ മദ്യമോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ മാത്രമൊന്നുമില്ല സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഏത് അഡിക്ഷനിൽ പോയാലും പ്രോബ്ലമാണ്. എന്ത് ഓവർ അഡിക്ഷനിൽ പോയാൽ പ്രോബ്ലമാണ്. ദൈവത്തിന്റെ കാര്യത്തിലാണ്. ഭക്തി ഓവർ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഭക്തി മൂത്ത് ഭ്രാന്തായി എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ? അമിതമായ അമൃതം വിഷം എന്നുള്ളത്.